റോക്ക് ഓണിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്രകാരൻ ശ്യാം ബെനഗലിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സിനിമകളെക്കുറിച്ചും സംസാരിക്കുന്നു ശ്രീ ദാമോദർ പ്രസാദ്, ഡയറക്ടർ EMMRC. ഇന്ത്യൻ നവതരംഗ സിനിമയ്ക്ക് 70കളോടുകൂടി തുടക്കം കുറിച്ച സംവിധായകനാണ് ശ്യാം ബെനഗൽ. ശ്യാം ബെനഗൽ 73 അങ്കുർ എന്ന സിനിമയാണ് നവതരംഗ സിനിമയുടെ ഒരു ഘട്ടമായിട്ട്, തുടക്കമായിട്ട് സിനിമാ ചരിത്രകാരന്മാർ കാണുന്നത്. ശ്യാം ബെനഗൽ അതുവരെ സിനിമാ രംഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് സത്യത്രയുടെയും ഋത്വിക് ഘട്ടകിൻ്റെയും മൃണാൾ ധായുടെയും സിനിമകൾ, അത് ഒരു നവറിയലിസത്തിനും രാഷ്ട്രീയമായ അനുഭവങ്ങളെ ആവിഷ്കരിക്കാനൊക്കെ സിനിമാ മാധ്യമത്തിന് വളരെ ശക്തമായി ഉപയോഗിച്ച സംവിധായകരാണ്. അപ്പോൾ നവറിയലിസം ഇന്ത്യയുടെ ഒരു സ്വാതന്ത്ര്യാനന്തര ഘട്ടത്തിൽ നവറിയലിസം നമ്മുടെ ഇന്ത്യൻ യാഥാർത്ഥ്യത്തിലേക്ക് വെളിച്ചം വീശുന്നതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ അപ്പൂട്ടലിജൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് ഇന്ത്യൻ യാഥാർത്ഥ്യം, ദാരിദ്ര്യത്തിൻ്റെയും പലതരത്തിലുള്ള മുരടിപ്പിൻ്റെയൊക്കെ യാഥാർത്ഥ്യം പ്രതിപാദിക്കുന്നതോടൊപ്പം തന്നെ ആ ട്രിലജിയുടെ അവസാനം കാണാൻ ഒരു പ്രതീക്ഷ ഉണർത്തുന്നുമുണ്ട്. അതേസമയം നമ്മുടെ ഋത്വിക് ഘട്ടകിൻ്റെയും മൃണാൾ സെന്നിൻ്റെയും സിനിമയ്ക്ക് വരികയാണെങ്കിൽ വളരെ രാഷ്ട്രീയമായിട്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ ജീവിതാനുഭവങ്ങളെ പരിചരിക്കുന്നത്. ഇത് ഇന്ത്യൻ സിനിമയെ വലിയ തോതിൽ സ്വാധീനിച്ച പ്രധാനപ്പെട്ട സംവിധായകരാണ്. ഇവരൊക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ സ്വതന്ത്ര സംവിധായകരായിരുന്നു. സമാന്തരമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ബോളിവുഡ് സിനിമയും ആ ഘട്ടത്തിൽ ബോംബെ സിനിമ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബോംബെ സിനിമയും ഭാഷാ സിനിമകളൊക്കെ തന്നെ വളരെ വിനോദപ്രദമായിട്ടുള്ള രീതിയിൽ നല്ല സിനിമകൾ ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വിനോദത്തെ കേന്ദ്രീകരിച്ചുള്ളൊരു ധാരാളം സിനിമകൾ സജീവമാകുന്നു. വലിയ തരത്തിലെ മൂലധനം സിനിമയിലേക്ക് വരുന്നു, വിതരണ ശൃംഖലകൾ സജീവമാകുന്നു. അങ്ങനെ സിനിമയ്ക്കൊരു വലിയ തരത്തിൽ ഉണർവുണ്ടാണ് സിനിമാ വ്യവസായത്തിന്. അപ്പോൾ രാജ് കപൂർ മുതൽ ഗുരുദത്ത് വരെയുള്ള പ്രധാനപ്പെട്ട സംവിധായകർ, അതുപോലെ തന്നെ താരകേന്ദ്രിതമായിട്ടുള്ള സിനിമയിലേക്ക് നമ്മൾ മാറുന്നൊരു ഘട്ടം കൂടിയാണത്. ഇപ്പോൾ ഇന്ത്യൻ സിനിമയിലൊക്കെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മലയാള സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ താരകേന്ദ്രിതമായിട്ടുള്ള പ്രേം നസീർ, മധു തുടങ്ങിയ നടന്മാരുടെയൊക്കെ വരവ് ഈ ഘട്ടത്തിലാണ്. ഇതിന് ശേഷമാണ് 70കളിൽ ഒരു വലിയ മാറ്റം ഇന്ത്യൻ സിനിമയിൽ കൊണ്ടുവരുന്നത്. പുതിയൊരു താരനിര, ഇന്നവർ താരങ്ങളാണ്, പക്ഷെ അന്നവർ താരങ്ങളായിരുന്നില്ല. പുതിയൊരു അഭിനേതാക്കളുടെ നിര വരുന്നത്. വളരെ നാഷണൽ സ്കൂൾ ഡ്രാമയിൽ പഠിച്ചവരും അല്ലെങ്കിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയവരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ തുടക്കം കുറിച്ച് സംവിധായക നിലയിലാണ് നമ്മൾ ശ്യാം ബെനഗലിനെ അനുസ്മരിക്കുന്നത്. ശ്യാം ബെനഗൽ സിനിമകൾ ആഖ്യാന തലത്തിലും അതിൻ്റെ ഉള്ളടക്കത്തിലും രൂപത്തിലൊക്കെ തന്നെ വലിയ പരീക്ഷണങ്ങൾ കൊണ്ടുവന്നു. അങ്കുർ എന്ന സിനിമ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 70കളിലെ ഒരു രാഷ്ട്രീയ അവബോധത്തെ ഏറെക്കുറെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് ആ സിനിമ. ഫ്യൂഡലിസത്തിൻ്റെ അല്ലെങ്കിൽ ഫ്യൂഡൽ അവശേഷിപ്പുകളുടെ ദുരന്തങ്ങൾ പല രീതിയിലും സമൂഹത്തെ കാർന്നിരുന്ന കാലഘട്ടം കൂടിയാണ്. അതിനുള്ള പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ശക്തമായ പ്രക്ഷോഭങ്ങളൊക്കെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിൽക്കുന്ന അനീതിയും അതിൻ്റെ സങ്കീർണതകളും അതെങ്ങനെ എത്രമാത്രം സ്ത്രീവിരുദ്ധവുമാവുന്നു തുടങ്ങിയ പ്രമേയമാണ് അങ്കുർ എന്ന സിനിമയിൽ അങ്കുർ എന്ന സിനിമയിൽ ശ്യാം ബെനഗൽ അവതരിപ്പിക്കുന്നത്. നമ്മളതിൽ കാണുന്നത് സ്മിത പട്ടേലിൻ്റെ കഥാപാത്രം, അതുപോലെ തന്നെ അനന്ത് നാഗ് അവതരിപ്പിച്ച കഥാപാത്രം, ഷബനാസ്മിയാണ് അങ്കുറിൽ അഭിനയിക്കുന്ന പ്രധാനപ്പെട്ട കഥാപാത്രം. നാഷണൽ സ്കൂൾ ഡ്രാമയെന്നും പഠിച്ചിറങ്ങിയ ഷബനാസ്മിയാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രം. അതുപോലെ തന്നെ അനന്ത് നാഗ്, കന്നഡ സിനിമയിൽ നിന്ന് അനന്ത് നാഗ്. ഇതൊരു വലിയ മാറ്റം കൊണ്ടുവന്ന സിനിമയാണ്. തുടർന്ന് നിഷാന്ത് സിനിമയിലും രാഷ്ട്രീയ പ്രമേയമായി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സാമൂഹ്യമായ വിമർശനം, അത് ശ്യാം ബെനഗലിൻ്റെ സിനിമയിലൊരു സവിശേഷ ഘടകമായിട്ട് നമ്മൾ കാണാൻ സാധിക്കും. സാമൂഹ്യ വിമർശനം ഒരു പ്രധാനപ്പെട്ട പ്രമേയമായിട്ടാണ് നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ സിനിമകൾ, ശ്യാം ബെനഗലിൻ്റെ സിനിമകളിൽ കാണാൻ സാധിക്കുന്നത്. അത് നമുക്ക് അങ്കുറിൽ കാണാം, നിഷാന്തിൽ കാണാം. മന്തി പോലുള്ള സിനിമയിൽ ലൈംഗിക തൊഴിലാളികളായി ബന്ധപ്പെട്ടുള്ള സിനിമയാണ് അതിൻ്റെ പ്രതിപാദ്യം. വളരെ ശക്തമായൊരു സിനിമയാണ് അതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ മന്ദൻ ഏറെക്കുറെ ശ്രദ്ധ നേടിയ സിനിമ. അതാണ് ഒരുപക്ഷെ ജനകീയ സിനിമാ നിർമ്മാണത്തെക്കുറിച്ചുള്ളൊരു ആദ്യ മാതൃക എന്ന് പറയാൻ പറ്റും. പിന്നീട് നമ്മൾ കാണുന്ന ഒഡേസ പോലുള്ള പിന്നീടുള്ള പിൽക്കാല മാതൃകകൾ, ഒരു ബദൽ മാതൃക വരുന്നുണ്ടെങ്കിൽ കൂടി ജനകീയ സിനിമാ നിർമ്മാണത്തിന് മാതൃക. കാര്യം കോപ്പറേറ്റീവ് ഫിലിം സൊസൈറ്റിയുടെ
സഹകരണത്തോടുകൂടി, ഗുജറാത്ത് മിൽക്ക് പ്രൊഡ്യൂസേഴ്സിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സഹകരണത്തോടുകൂടി, പ്രത്യേകിച്ച് മലയാളിയായ ജോർജ് കുര്യൻ്റെ ഒരു പിന്തുണയോടുകൂടിയാണ് മന്ദൻ സിനിമ, ചേണിങ് എന്നാണ് മന്ദൻ്റെ അർത്ഥം ആ സിനിമ. അതിൻ്റെ അകത്തും ഈ മിൽക്ക് സൊസൈറ്റിയും ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലവും അതിൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ അകത്താണ് ഈ കഥ അവർ വയ്ക്കുന്നത്. അതിൻ്റെ ചെറിയൊരു വളരെ സട്ടിലായിട്ട പ്രേമവും ഗിരീഷ് കർണാടിൻ്റെ അതിശക്തമായ കഥാപാത്രമൊക്കെ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഏറെക്കുറെ ജോർജ് കുര്യൻ്റെ പ്രതിച്ഛായുള്ളൊരു കഥാപാത്രമാണ് മന്ദനിലെ ഗിരീഷ് കർണാട് അവതരിപ്പിക്കുന്ന കഥാപാത്രം. ഇതുപോലെ തന്നെ നമ്മൾ കാണുന്നത് പിന്നീട് പല പരീക്ഷണങ്ങളും സിനിമയ്ക്കകത്ത് ശ്യാമനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ കലിയുഗ് പോലുള്ള സിനിമ, അത് മഹാഭാരതത്തിനെ ആസ്പദമാക്കി ഒരു കോർപ്പറേറ്റ് ബിസിനസ് ഫാമിലിക്കകത്ത് നടക്കുന്ന സംഘർഷങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. ശശി കപൂറിനെ പോലെ ഓരോ ആളെ വെച്ചാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ശശി കപൂറിനെ വെച്ചാണ് നിഷാന്ത് എന്ന സിനിമ ശ്യാമനകൾ ചെയ്യുന്നത്. ഗിരീഷ് കർണാടിൻ്റെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഗിരീഷ് കർണാട് തന്നെ പറയുന്നുണ്ട്, കാരണം ശ്യാമനങ്ങളെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു ഡയറക്ടർ മാത്രമല്ല, ഒരു ഡോക്ടറും ഫിസിഷ്യനും സൈക്കോ അനലിസ്റ്റൊക്കെയാണെന്ന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഒരു ക്യാരക്ടറെ മോൾഡ് ചെയ്തെടുക്കുകയും അത് ഒരു അഭിനേതാവിൽ നിന്ന് എങ്ങനെയാണ് അത് ആവിഷ്കരിക്കുന്നതിനെക്കുറിച്ച് വളരെ ഒരു ഡയറക്ടർ എന്ന ഉപരിയായിട്ട് വളരെ സൈക്കോ അനലിസ്റ്റ് നിലയ്ക്ക്, അല്ലെങ്കിൽ അവരിൽ നിന്ന് മതുക്കെ അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു കഴിവ് ഡയറക്ടർ നിലയ്ക്ക് ശ്യാമനകൾ പ്രകടിപ്പിച്ചിരുന്നെന്ന് ഗിരീഷ് കർണാട് അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ വളരെ ഒരു ട്രിലജി ഉണ്ട് മുസ്ലിം സ്ത്രീകളുടെ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ച്. സുബൈദ, മാമോ, ആ ട്രിലജിയിൽ 2 സിനിമകളാണ്. മാമോൻ്റെ പ്രമേയം തന്നെ പാർട്ടീഷനായി ബന്ധപ്പെട്ട്, ഇന്ത്യൻ പാർട്ടീഷനായി ബന്ധപ്പെട്ട് ഉള്ളൊരു വളരെ എന്താ പറയുക, നമ്മുടെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു ഒരു ചരിത്ര കാവ്യമാണ് മാമോ. വളരെ നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്പർശിക്കുന്ന ഒരു കുട്ടിയുടെ കാഴ്ചപ്പാടിലും കൂടിയാണ് ആ സിനിമ നമുക്ക് കാണാൻ സാധിക്കുക. വളരെ ഹൃദയത്തെ സ്പർശിക്കുന്ന വിഭജനത്തെക്കുറിച്ചും വിഭജനാനന്തര ലോകത്തിൻ്റെ അനുഭവങ്ങളെ ആവിഷ്കരിക്കുന്ന സിനിമയാണ് മാമോ. ഇതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായിട്ടൊരു സിനിമയാണ് ഒരുപക്ഷെ ആറ്റൻബറോൻ്റെ ഗാന്ധിയൊക്കെ പോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നിർത്താവുന്ന വളരെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു സിനിമയാണ് അപ്രന്റീസ്ഷിപ്പ് ഓഫ് മഹാത്മാഗാന്ധി. ഫാത്തിമ മീറിൻ്റെ നോവലിനെ ആസ്പദമാക്കി ശ്യാമനങ്ങൾ ചെയ്തിട്ടുള്ള ദക്ഷിണാഫ്രിക്ക, മഹാത്മാഗാന്ധിയുടെ ദക്ഷിണാഫ്രിക്ക കാലഘട്ടത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഇതാണ്. എങ്ങനെയാണ് മഹാത്മാഗാന്ധിയുടെ ഈ ഗാന്ധിജിയിലേക്കുള്ള, മഹാത്മാവിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ കാലഘട്ടം, ആ സംഘർഷഭരിതവും അതുപോലെ തന്നെ സത്യാഗ്രഹം ആദ്യം ആവിഷ്കരിക്കുന്നു, അദ്ദേഹത്തിന് പല പരീക്ഷണങ്ങളും ആദ്യഘട്ടം നടക്കുന്നതിനെക്കുറിച്ചുള്ള കാലഘട്ടത്തെ, ആ യൗവന കാലഘട്ടം, ഗാന്ധിയുടെ യൗവന കാലഘട്ടത്തെയാണ് ഇതിൻ്റെ അകത്ത് ആവിഷ്കരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട സിനിമയാണ് അപ്രന്റീസ്ഷിപ്പ് ഓഫ് മഹാത്മാഗാന്ധി. ഇതുപോലെ തന്നെ ഈ നമ്മുടെ ദൂരദർശൻ പോലുള്ള മാധ്യമം വന്ന സമയത്ത് പല പ്രമുഖ ഡയറക്ടർമാരും ഇതിനൊക്കെ മാറി നിൽക്കാൻ തയ്യാറ സമയത്ത് ഈ പുതിയ മാധ്യമത്തെ, വീഡിയോ കേന്ദ്രിതമായിട്ടുള്ള ഈ മാധ്യമത്തെ ഉപയോഗിക്കാനും അതിൻ്റെ ഉള്ള പലതരത്തിലുള്ള ആവിഷ്കാരം കണ്ടെത്താനും ശ്യാമനങ്ങൾ മുന്നോട്ടിറങ്ങി. ഒരുപക്ഷെ ശ്യാമനങ്ങളുടെ ആദ്യഘട്ടത്തിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഫിലിം മേക്കറായിട്ടാണ് ശ്യാമനങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ആ നിലയിൽ ഒരു പരീക്ഷണത്തോടുള്ള ഒരു ആഭിമുഖ്യം, ഒരു കൗതുകം ശ്യാമനങ്ങൾ എന്ന് നിലനിർത്തിയിരുന്നു. അതിൻ്റെ ഭാഗം കൂടിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ദൂരദർശൻ മാത്രമല്ല, ഈ പബ്ലിക് ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ മാധ്യമം നിലയ്ക്ക് മാത്രമല്ല, ആ വീഡിയോ മാധ്യമത്തെ പോലും അദ്ദേഹം ഉപയോഗിച്ച രീതി വളരെ ശ്രദ്ധേയമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഭാരത് ഏക് കൂച്ച്, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ കേന്ദ്രീകരിച്ച് ശ്യാമനങ്ങൾ ചെയ്ത ദൂരദർശൻ്റെ സീരീസാണ് ഭാരത് ഏക് കൂച്ച്. അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്. വളരെ ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ചുള്ള നെഹ്റുവിയൻ കാഴ്ചപ്പാട് വളരെ സൂക്ഷ്മതലത്തിൽ ആവിഷ്കരിക്കുന്ന കാര്യം, എങ്ങനെയാണ് ഒരു ഇന്ത്യൻ സംസ്കാരം അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രം ഒരു സമന്വയത്തിൻ്റെ ചരിത്രമായി മാറുന്നു, അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ എങ്ങനെയാണ് സമന്വയത്തിൻ്റെ ചരിത്രം, വിദ്വേഷത്തിൻ്റെ ചരിത്രമല്ല സമന്വയത്തിൻ്റെ ചരിത്രമാണെന്ന് പ്രതിപാദിക്കുന്ന ഡിസ്കവറി ഓഫ് ഇന്ത്യയുടെ ഒരു വളരെ ഉയർന്നൊരു ആവിഷ്കാരമാണ് നമുക്ക് ഭാരത് ഓഫ് കോച്ചിൽ കാണാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ആശയപരമായിട്ടും പ്രമേയപരമായിട്ടും അതുപോലെ തന്നെ ആവിഷ്കാര രീതിയിലൊക്കെ തന്നെ ഒരു 70കളുടെ ന്യൂ വേവിൻ്റെ തുടർച്ച, അതിൻ്റെ രാഷ്ട്രീയമായിട്ടൊരു സാങ്കത്തെ ഉയർത്തിപ്പിടിക്കുന്നൊരു തുടർച്ച നമുക്ക് ശ്യാമനങ്ങളുടെ സിനിമകളിൽ, പിൽക്കാല സിനിമകളിലും ഒക്കെ തന്നെ കാണാൻ പറ്റും. ഏറ്റവും അവസാനം അദ്ദേഹം ചെയ്ത സിനിമ അതെനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, പക്ഷേ അതിനെക്കുറിച്ച് വായിച്ചിട്ടുള്ളത് ബംഗ്ലാദേശ് വിമോചക നായകനായ മുജീബ് റഹ്മാനെക്കുറിച്ചുള്ള ചരിത്രമാണ്. 2023 ആ സിനിമ പൂർത്തീകരിക്കുന്നത്. മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നേഷൻ എന്നാണ് ആ സിനിമയുടെ പേര്. എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു OTT-കളൊന്നും വന്നിട്ടില്ല, നമുക്ക് റിലീസായിട്ട് വരാത്തത് കൊണ്ടായിരിക്കാം അത് കാണാൻ പറ്റാതായത്.
അതും ഈ ഒരു പ്രമേയതലത്തിൽ എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും അതിൽ വ്യക്തി നിർവഹിക്കുന്ന പങ്കുമൊക്കെ തന്നെയാണ് ഇതിനകത്ത് പ്രതിപാദ്യമാകുന്നത്. ഇങ്ങനെ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ളൊരു തലവും കൂടി നമുക്ക് കാണാൻ പറ്റും. ഈ സാമൂഹ്യമായിട്ടുള്ള അടിച്ചമർത്തലുകളും അതിൻ്റെ അന്തക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ ആവിഷ്കരിക്കുന്ന സമയത്ത് വ്യക്തിയുടെ അന്തക്ഷോഭങ്ങൾ അതുപോലെ തന്നെ വ്യക്തിയുടെ അതിൻ്റെ അകത്തിൽ ഇടപെടലൊക്കെ തന്നെ വളരെ ശ്രദ്ധാപൂർവം അവതരിപ്പിക്കുന്ന സംവിധായകം കൂടിയാണ് ശ്യാം ബെനഗൽ. അത് നമുക്ക് ആങ്കൂറിൽ കാണാം, നമ്മുടെ മന്ദൻ എന്ന സിനിമയിൽ കാണാം, അതുപോലെ കലിയുഗിൽ കാണാം, അതുപോലെ സൂരജ് കാ സാത്വ ഗോഡ അത് വളരെ വ്യത്യസ്തമായിട്ടൊരു സിനിമയാണ് ശ്യാം ബെനഗലിൻ്റെ സിനിമ, എന്താ പറയുക, ഫിലിമോഗ്രാഫിയിൽ. കാരണം ഒരു ഏറെക്കുറെ പരീക്ഷണാത്മകമായ സിനിമയും കൂടിയാണ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തലങ്ങളിലേക്ക് ഇതാക്കുന്ന സിനിമയാണ്. അതുപോലെ ശ്യാം ബെനഗലിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാമറമാനായ ഗോവിന്ദ് നിഹലാനിയെക്കുറിച്ചും പരാമർശിക്കേണ്ടതുണ്ട്. അതൊരു പല ഗോവിന്ദ് നിഹലാനി, ശ്യാം ബെനഗൽ, അതുപോലെ തന്നെ മണി കൗൾ, കുമാർ സാഹ്നി, തപൻ സിൻഹ, സയ്യിദ് മിർസ, ഒരു കൂട്ട സംവിധായകരാണ് ഹിന്ദിയിൽ നിന്നൊക്കെ ആയിട്ട് നമുക്ക് ഈ 70കളിലെ നവതരംഗത്തിൻ്റെ പ്രതിനിധികളെ നമുക്ക് കാണാൻ സാധിക്കുക. ഇവരൊക്കെ സിനിമയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന മായാദർപ്പൺ പോലെ കുമാർ സാഹ്നിയുടെ സിനിമയൊക്കെ വലിയ മാറ്റങ്ങൾ സിനിമയിൽ ആവിഷ്കാരത്തിലും ഉള്ളടക്കത്തിലും രാഷ്ട്രീയ അവതരണത്തിലും പ്രമേയത്തിലും കഥാപാത്രങ്ങളുടെ ആവിഷ്കാരത്തിലും കാസ്റ്റിങ്ങിലും ലൈറ്റിങ്ങിലൊക്കെ തന്നെ വളരെ വ്യത്യസ്ത, ഈ മെയിൻ സ്ട്രീം സിനിമയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവം പ്രദാനം ചെയ്ത സംവിധായകരാണ് ഇവർ. അപ്പോൾ നമ്മൾ അതിൻ്റെ തുടർച്ച കേരളത്തിലും കാണാൻ പറ്റും. അടൂർ ഗോപാലകൃഷ്ണനും ജി ആർ രവീന്ദ്രനും, പിന്നെ അവിടെ നിന്നുണ്ടായ തുടർച്ചകളൊക്കെ നമുക്ക് അറിയാം. നവതരംഗ സിനിമയുടെ അതെങ്ങനെയാണ് മലയാള സിനിമയിലും ഭാവുകത്വപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ അത്ര വലിയ കോൺട്രിബ്യൂഷൻ ഒരു തുടക്കക്കാരൻ നിലയിൽ അതിന് മാതൃക സെറ്റ് ചെയ്ത ഒരാൾ നിലയ്ക്കാണ് നമ്മൾ ശ്യാം ബെനഗലിനെ അനുസ്മരിക്കുന്നത്. ഇതുപോലെ തന്നെ ശ്യാം ബെനഗലിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വർക്കായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡോക്യുമെൻ്ററികൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒന്ന് സത്യജിത് റായിനെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി തന്നെയാണ്. സത്യജിത് റായിട്ട് വളരെ അടുത്ത ബന്ധം ശ്യാം ബെനഗൽ പുലർത്തിയിരുന്നു. ആദ്യ സിനിമ ആങ്കൂർ തന്നെ സത്യജിത് റായ്ക്കാണ് അദ്ദേഹം ആദ്യം കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സത്യജിത് റായ് ചോദിക്കുന്നുണ്ട് ശ്യാം ബെനഗലിനോട്, ഈ സിനിമ നിങ്ങൾ എന്താണ് ഈ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ ബോംബെയിലെ തിയേറ്ററിൻ്റെ പേരാണ് പരാമർശിച്ചത്. ഒരാഴ്ചയെങ്കിലും ആ സിനിമ ഓടണം എന്നാണ് ശ്യാം ബെനഗൽ സത്യജിത് റായോട് പറയുന്നത്. അപ്പോൾ സത്യജിത് റായും അതിന് മറുപടിയായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്: ഒരാഴ്ചയല്ല, നിങ്ങൾ ഇന്ത്യൻ സിനിമയിൽ അറിയപ്പെടുന്ന ഒരു സംവിധായകനെ മാറും, നിങ്ങൾക്ക് ഒരുപാട് അംഗീകാരം കിട്ടും എന്ന് സത്യജിത് റായ് പറയുന്നുണ്ട്. അത് പിന്നീട് സത്യമായി വന്നു. അപ്പോൾ അത്തരമൊരു നിസ്തുലത ശ്യാം ബെനഗലിൻ്റെ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. നേരെ സൂചിച്ചു പോലെ ആവിഷ്കാരത്തിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഗ്രാമീണ ജീവിതം മുഖ്യധാര ഹിന്ദി സിനിമകളിലൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ അതിന് വ്യത്യസ്തമായിട്ട് അതിൻ്റെ സംഘർഷങ്ങൾ, അതിൻ്റെ അകത്തുള്ള അതിൻ്റെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള അംശങ്ങൾ, പാട്രിയാർക്ക് എങ്ങനെയാണ് ഒരു പാട്രിയാർക്കൽ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് ഒരു വയലൻസ് സൃഷ്ടിക്കുന്നത്, ഇതൊക്കെ തന്നെ ഒരു ആദ്യമായിട്ട് ആവിഷ്കരിക്കുകയും അതിൻ്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് പോകുന്നതിന് രാഷ്ട്രീയം അവതരിപ്പിക്കുന്നതൊക്കെ ശ്യാം ബെനഗലിനെ പോലെ സംവിധായകൻ. അത് പിന്നീട് പല ആൾക്കാർക്കും ആ മാതൃക അല്ലെങ്കിൽ അത്തരമൊരു അന്വേഷണത്തിനുള്ള വഴിയും ദൃശ്യാവിഷ്കാരത്തിനുള്ള മാർഗവും ശ്യാം ബെനഗൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ശ്യാം ബെനഗൽ സിനിമകളുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് അത് ഇന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവിഷ്കാര തലങ്ങളിലും അതിൻ്റെ പ്രമേയ സ്വീകരണത്തിലും കാസ്റ്റിങ്ങിലൊക്കെ സൃഷ്ടിച്ച വലിയ മാറ്റങ്ങളാണ്. അത് നമുക്കിന്നും അത് ഒരു തരത്തിൽ അനുകരണീയമായ പല കാര്യങ്ങളും ആ സിനിമയ്ക്കകത്ത് കാണാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ ഒരു സിനിമാ ഘട്ടത്തിൽ പുതിയ ഡിജിറ്റൽ സിനിമയുടെയൊക്കെ ഒരു കാലത്ത് എങ്ങനെയാണ് നമ്മൾ സാമൂഹിക പ്രശ്നങ്ങളെയും അതിൻ്റെ അവതരണങ്ങളെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് കാണേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് ഈ സിനിമയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനാവും. ആ നിലയിൽ തന്നെയാണ് എനിക്ക് ശ്യാം ബെനഗൽ നമ്മൾ അനുസ്മരിക്കേണ്ടതും ശ്യാം ബെനഗൽ സിനിമകൾ വീണ്ടും കാണേണ്ടത്. പ്രത്യേകിച്ച് ആങ്കൂർ മുതലുള്ള കലിയുഗ് പോലുള്ള, നിഷാന്ത് പോലുള്ള, മാമോ പോലുള്ള, ഗാന്ധിയെക്കുറിച്ച് സിനിമ പോലുള്ള സിനിമകൾ നമ്മൾ അങ്ങനെയായിരിക്കും ഒരു പക്ഷേ സൂരജ് കാ സാത്വ ഗോഡ പോലെ സിനിമകളൊക്കെ നമ്മൾ വീണ്ടും കാണേണ്ടത്. അത് പുതിയ സിനിമാ പഠിതാക്കൾക്കും സിനിമാ സംവിധായകർക്കും സിനിമയിലേക്ക് വരുന്നവർക്ക് തന്നെ അത് ഒരു പ്രചോദനമായിട്ടുള്ളൊരു തലം നമുക്ക് കാണാൻ സാധിക്കും. സത്യജിത് റായെ പോലെ തന്നെ ആ സിനിമയൊക്കെ വീണ്ടും സത്യയുടെ സിനിമകൾ പോലെ തന്നെ നമുക്ക് വീണ്ടും കാണുകയും അതിൽ നിന്ന് പലതും പഠിക്കാനുള്ള സിനിമകളാണ് ശ്യാം ബെനഗലിൻ്റെ സിനിമകൾ. ആ 70കളിൽ വന്ന സംവിധായക സിനിമകളൊക്കെ തന്നെ ഈ നിലയ്ക്ക് സയ്യിദ് മിർസയുടെ സിനിമയാണെങ്കിലും തപൻ സിൻഹയുടെ സിനിമയാണെങ്കിലും അതുപോലെ തന്നെ നിഹലാനിയുടെ സിനിമയാണെങ്കിലും തീർച്ചയായിട്ടും കുമാർ സാഹ്നിയുടെ സിനിമയാണെങ്കിലും അതൊക്കെ നമുക്ക് പുതിയ തരത്തിൽ പ്രചോദനമാവുന്നുണ്ട്. കാര്യം ആവിഷ്കാര രീതിയിലും സിനിമയുടെ ഷോട്ട് ടേക്കിങ്ങിൽ പോലും അവർ കൊണ്ടുവന്ന പുതുമകൾ, പ്രൊഫൈൽ ഷോട്ട്സ് ഉപയോഗിക്കുന്ന രീതിയിൽ, ക്ലോസ് ഷോട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ, അതുപോലെ ലെൻസിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ വലിയ ഒരു പുതിയ കാഴ്ചയാണ് നമുക്ക് സിനിമ കൊണ്ടുവന്നിട്ടുള്ളത്. കളറിൻ്റെ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ, കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് ഓരോന്നും എടുത്തെടുത്ത് പറയാവുന്ന പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും ഇവരുടെ സിനിമകളൊക്കെ തന്നെ. ആ നിലയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ശ്യാം ബെനഗൽ നമുക്ക് ഇന്ത്യ സിനിമയ്ക്ക് നൽകിയിട്ടുള്ളൊരു സംഭാവന വളരെ വലുതാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ ശ്യാം ബെനഗൽ ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ ആഡ് ഫിലിം മേക്കറായിട്ടാണ് തുടങ്ങുന്നത്. അദ്ദേഹം 39 വയസ്സിന് ആദ്യത്തെ സിനിമ ചെയ്യുന്നത്.
അദ്ദേഹത്തിന് സിനിമാ രംഗത്തേക്ക് ഇറങ്ങാനുള്ള, പ്രത്യേകിച്ചും ബോളിവുഡ് സിനിമ ഇറങ്ങാൻ ഒരുപാട് സാധ്യത ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് മഹാനായ ഗുരുദത്ത് ബെനഗളാണ് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ. പക്ഷേ ആ ഗുരുദത്തിൻ്റെ സിനിമയിലൂടെ അദ്ദേഹം ഗുരുദത്തുമായി സഹകരിച്ചിട്ടുണ്ടെങ്കിലും സ്വന്തമായിട്ടൊരു ഇൻഡിപെൻഡൻറ്റ് സിനിമ, ഒരു സ്വതന്ത്ര സിനിമാ രീതികളും ഒരു ആവിഷ്കാരത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ 22 വയസ്സിൽ തനിക്ക് സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ശ്യാം ബെനഗൾ 39 വയസ്സിലാണ് സിനിമ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാർ നസറുദ്ദീൻ ഷാ, ഓംപുരി, ഷബ്ന ആസ്മി, സ്മിത പാട്ടീൽ, ഗിരീഷ് കർണാട് അതുവരെ നാടകൃത്തായിരുന്നു, അറിയപ്പെടുന്ന നാടകൃത്തായിരുന്നു, നാടകങ്ങൾ അഭിനയിച്ചു. പക്ഷേ അദ്ദേഹത്തെ ഹിന്ദി സിനിമാ രംഗത്തേക്ക് കൊണ്ടുവരുന്നത് ശ്യാം ബെനഗളാണ്. അപ്പോൾ ഇത്തരം പുതിയ നടീനടന്മാരെയൊക്കെ കൊണ്ടുവരുന്നതും അവർക്ക് പുതിയ സാധ്യതകൾ തുറന്നു കൊടുക്കുന്നതൊക്കെ തന്നെ ശ്യാം ബെനഗളുടെ സിനിമയാണ്. അതിന് അനുസ്മരണാർത്ഥമാണ് എനിക്ക് തോന്നുന്നു 90 വയസ്സാവുന്നതിൻ്റെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ ഏതാനും ദിവസം മുമ്പേ ഈ പ്രധാനപ്പെട്ട ആൾക്കാർ നസറുദ്ദീൻ ഷാ ഉണ്ടായിരുന്നു, ഷബ്ന ആസ്മി ഉണ്ടായിരുന്നു, അവരൊക്കെ ചേർന്ന് നടത്തിയിരുന്നത്. അപ്പോൾ ഒരു വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം സിനിമയ്ക്ക്. പക്ഷേ അദ്ദേഹം നമുക്ക് തരുന്ന സംഭാവന എന്നും സ്മരണീയമാണ്. നന്ദി. ടോക്ക് ഓണിൽ ഇതുവരെ പ്രശസ്ത ചലച്ചിത്രകാരൻ ശ്യാം ബെനഗലിനെ കുറിച്ച് സംസാരിച്ചത് ശ്രീ ദാമോദർ പ്രസാദ്.